Okay, let's start our new section. ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസാണ്. അപ്പോൾ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അതായത് ഒന്നിൽ കൂടുതൽ ഇൻഹെറിറ്റൻസ് നമുക്ക് ആ ഒരു പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാം. അതിനാണ് എന്ത് പറയുന്നത്? ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. അതായത് ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് ദ ഡെറിവേഷൻ ഓഫ് എ ക്ലാസ് ഇൻവോൾവ്സ് മോർ ദാൻ വൺ ഫോം ഓഫ് എനി ഇൻഹെറിറ്റൻസ്. അതിനാണ് എന്ത് പറയുന്നത്? ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ പലതരം ഇൻഹെറിറ്റൻസ് പഠിച്ചു. അതിനകത്ത് ഏതെങ്കിലും ഒന്ന് നമ്മൾ സാധാരണ ഒരു ഇൻഹെറിറ്റൻസ് വെച്ചായിരുന്നു ഇത്രയും നമ്മൾ 2 പ്രോഗ്രാം ചെയ്തത്. അതല്ലാണ്ട് നമുക്ക് ഒരു ഇൻഹെറിറ്റൻസിൻ്റെ കൂടെ തന്നെ നമുക്ക് മൾട്ടിപ്പിളോ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസോ നമുക്ക് കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻഹെറിറ്റൻസിനാണ് എന്തെന്ന് പറയുന്നത്? ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഹെറിറ്റൻസിന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്ത്? മൾട്ടി പാത്ത് ഇൻഹെറിറ്റൻസ്. അപ്പോൾ മൾട്ടി പാത്ത് ഇൻഹെറിറ്റൻസ് എന്ന് പറയാൻ കാരണം എന്താ? അതായത് അതിനകത്ത് പല ടൈപ്പും ഇൻഹെറിറ്റൻസ് വരുമ്പോൾ അതിൻ്റെ പാത്ത് ഡിഫറെൻ്റ് ആയിരിക്കും. പല പാത്തുകളും അതിനകത്ത് വരും. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതിനകത്ത് നമുക്ക് ആരോ മാർക്ക് കാണുമ്പോൾ തന്നെ അറിയാം പല പാത്ത് ഇതിനകത്ത് വരുന്നുണ്ടെന്ന്. ഇപ്പോൾ ആദ്യം ക്ലാസ് എ ക്ലാസ് ബി തന്നെ ഡിറൈവ് ചെയ്തിരിക്കുന്നു. പിന്നെ വരുന്നത് ഏതാ? ക്ലാസ് ബിയിൽ നിന്നും ക്ലാസ് സിയിൽ നിന്നും ക്ലാസ് ഡി ഡിറൈവ് ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഇതിനകത്ത് തന്നെ പലതരം പാത്തുകൾ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെന്ത് മൾട്ടി പാത്ത് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഏതൊക്കെയായിരിക്കും? ക്ലാസ് എ ക്ലാസ് ബി. അതായത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സിംഗിൾ ഇൻഹെറിറ്റൻസാണ്. ക്ലാസ് ബി ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ഏതാ? ബേസ് ക്ലാസ് എ എന്നാണ്. അതൊരു സിംഗിൾ ഇൻഹെറിറ്റൻസ്. ഇനി ഇവിടെ നോക്കിക്കേ, ക്ലാസ് ബി ക്ലാസ് സി, അതിൽ നിന്നാണ് എന്ത്? ക്ലാസ് ഡി വന്ന്. ഇത് ഏത് തരം ഇൻഹെറിറ്റൻസ് ആണ്? മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ് ഇവിടെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന 2 ഇൻഹെറിറ്റൻസ്, ഒന്ന് സിംഗിൾ ഇൻഹെറിറ്റൻസും ദെൻ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും. ഇനി ഇതിനുണ്ട് ഒരു സിൻടാക്സ്. അതായത് ക്ലാസ് എ ക്ലാസ് ബി. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ്. അപ്പോൾ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ക്ലാസ് ബി ഡിറൈവ് ചെയ്യുന്നത് പബ്ലിക് എ. അതായത് പബ്ലിക് എന്ന് പറയുന്നത് വിസിബിലിറ്റി മോഡാണ്. ഏത് മോഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ദെൻ അടുത്തത് ക്ലാസ് സി ക്ലാസ് ഡി. ക്ലാസ് സി കണ്ടോ, ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഇൻഹെറിറ്റ് ചെയ്തൊന്നുമില്ല. അപ്പോൾ ഇതും എന്താണ്? ഒരു ബേസ് ക്ലാസ്. അപ്പോൾ ഈ ഒരു സിൻടാക്സിനകത്ത് നമുക്ക് കാണാം 2 ബേസ് ക്ലാസ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്ലാസ് എ ക്ലാസ് ബി. ദെൻ 2 ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ട്, ക്ലാസ് ബിയും ക്ലാസ് ഡിയും. അപ്പോൾ ക്ലാസ് ഡി ഡിറൈവ് ചെയ്തിരിക്കുന്നത് പബ്ലിക് ബി, അതായത് ക്ലാസ് ബിയിനെയും ക്ലാസ് സിനെയും കൂടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ക്ലാസ് ഡി ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ആ നേരത്തെ കാണിച്ച നമ്മൾ ആ ഡയഗ്രാമിനകത്തുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സിംഗിൾ ഇൻഹെറിറ്റൻസ് ആൻഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഒരു പ്രോഗ്രാമിനകത്ത് ഒന്നിൽ കൂടുതൽ ഇൻഹെറിറ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിനകത്ത് ബേസ് ക്ലാസ് ആയിട്ട് വെച്ചിരിക്കുന്നത് സ്റ്റുഡൻറ്റ് എന്നുള്ള ബേസ് ക്ലാസ്സാണ് വെച്ചിരിക്കുന്നത്. പ്രൊട്ടക്റ്റഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രൈവറ്റ് യൂസ് ചെയ്താലുള്ള പ്രശ്നം അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമ്മൾ പ്രോഗ്രാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊട്ടക്റ്റഡിനകത്ത് നമ്മൾ റോൾ നമ്പർ വയ്ക്കുന്നു. ദെൻ 2 മെമ്പർ ഫംഗ്ഷൻ. ദെൻ ആ മെമ്പർ ഫംഗ്ഷൻ നമ്മൾ ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ വെളിയിൽ തന്നെ ഡിഫൈൻ ചെയ്യുന്നു. അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. ദെൻ അതിനകത്ത് നമ്മൾ അസൈൻ ചെയ്യുന്നു എന്ത്? റോൾ നമ്പറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പാരാമീറ്റർ കൊടുക്കുന്നു. ഇപ്പം നമ്മളിവിടെ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു വാല്യൂ ഇപ്പം എന്താവും? ഇതിലോട്ട് സ്റ്റോർ ചെയ്യും, റോൾ നമ്പറിലോട്ട് സ്റ്റോർ ചെയ്യും. ഇപ്പോൾ ഇൻറ്റ് എ എന്നുള്ളതിൽ നമുക്കിവിടെ എന്ത് വേണമെങ്കിലും വാല്യൂ കൊടുക്കാം. അതായത് ഇപ്പോൾ 27, 30 എത്ര നമ്പർ, ഇൻറ്റിജർ ആയതുകൊണ്ട് ഇൻറ്റിജർ നമ്പർ ഏത് വേണമെങ്കിലും കൊടുക്കാം. ആ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് റോൾ നമ്പറിലോട്ടായിരിക്കും. ദെൻ അടുത്തത് പുട്ട് നമ്പർ എന്താ കാണിക്കുന്നത്? അതായത് ആ റോൾ നമ്പറിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ദെൻ അടുത്ത ക്ലാസ്സാണ് എന്ത്? ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു ഡിറൈവ് ക്ലാസ് വന്നു, ടെസ്റ്റ് എന്നൊരു ക്ലാസ് ഡിറൈവ് ചെയ്ത് വന്നു. ഇനി അതിനകത്ത് 2 സബ്ജക്റ്റ് പറയുന്നുണ്ട്, മാർക്ക് പറയുന്നുണ്ട്. പുട്ട് മാർക്കാണ് അവിടെ കാണേണ്ടത്. 2 വാല്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലോട്ട് എക്സ് ഫ്ലോട്ട് വൈ എന്ന് നമ്മളവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. ദെൻ sub1 = x, sub2 = y. ദെൻ പുട്ട് മാർക്ക് ചെയ്യുന്നു. എന്താ പുട്ട് മാർക്ക് ചെയ്യുന്നത്? sub1 sub2നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുകയാണ്.
അപ്പോൾ നമ്മളപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൽ നിന്നൊരു ബേസ് ക്ലാസ്സും ആ ബേസ് ക്ലാസ്സിൽ നിന്നൊരു ഡിറൈവ് ക്ലാസ് വന്നു ടെസ്റ്റ്. അപ്പോൾ അതവിടെ തീർന്നു. അപ്പോൾ അവിടെ ഒരു സിംഗിൾ ഇൻഹെറിറ്റൻസ് അവിടെ നടന്നു. ഇനി വേറൊരു ക്ലാസ് നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്, ക്ലാസ് സ്പോർട്സ്. അപ്പോൾ ഇതൊരു ഡിറൈവ് ക്ലാസ് ആണോ? അല്ല, ഇതൊരു ബേസ് ക്ലാസ്സാണ്. നമ്മളവിടെ എവിടെയും നമ്മൾ ഒരു ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതൊന്നും സിൻറ്റാക്സ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ക്ലാസ് സ്പോർട്സ് പറഞ്ഞിട്ടുണ്ട്, പ്രൊട്ടക്റ്റഡ് ഫ്ലോട്ട് സ്കോറ്, പിന്നെ പബ്ലിക് വോയിഡ് ഗെറ്റ് സ്കോറ്. അതിനകത്ത് ഫ്ലോട്ട് എസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോട്ട് എസ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ആ വാല്യൂ സ്കോറിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ആ പ്രൊട്ടക്റ്റഡ് എന്നുള്ള ആ ഒരു ഡാറ്റ മെമ്പറിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വെച്ച് അവിടെ ചെയ്യുന്നത്. ദെൻ പുട്ട് സ്കോർ കൊടുക്കുന്നു. അടുത്തെന്ന് പറയുന്നത് ക്ലാസ് റിസൾട്ട്. ക്ലാസ് റിസൾട്ട് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്? 2 ബേസ് ക്ലാസ്സിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. ഒന്ന് ടെസ്റ്റിൽ നിന്നും ഒന്ന് സ്പോർട്സിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ് ആണ് അല്ലേ? പക്ഷേ ഇപ്പോൾ ക്ലാസ് റിസൾട്ടിനകത്ത് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റിസൾട്ടിൻ്റെ ബേസ് ക്ലാസ് ആയിട്ട് വരും എന്ത്? ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ സ്പോർട്സ്, അതിൽ നിന്ന് 2 എണ്ണത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? റിസൾട്ടിനെ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ റിസൾട്ടിനകത്ത് നമ്മൾ ടോട്ടൽ എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ടാണ് വെക്കുന്നത്. കാരണം ഇതിനകത്ത് മാത്രം മതി, അതിനെ ആക്സസ് ചെയ്താൽ മതി, വെളിയിൽ നിന്നൊന്നും ആക്സസ് ചെയ്യേണ്ട, ആർക്കും അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവിടെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് വെക്കുന്നു. ദെൻ വോയിഡ് ഡിസ്പ്ലേ അവിടെ ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ വെളിയിൽ ഡിഫൈൻ ചെയ്യുന്നു. വോയിഡ് റിസൾട്ട് സ്കോപ്പ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ. ദെൻ അതിനകത്ത് ടോട്ടലാണ് നമ്മുടെ ഇവിടുത്തെ ഡാറ്റ മെമ്പർ. അതിനകത്ത് നോക്കിക്കേ, നമ്മൾ sub 1 sub 2 എന്ന് പറയുന്നത് ടെസ്റ്റിനകത്തുള്ള ഡാറ്റ മെമ്പേഴ്സാണ്. സ്കോർ എന്ന് പറയുന്നത് സ്പോർട്സിലെ ഡാറ്റ മെമ്പേഴ്സാണ്. അപ്പോൾ ഇതിനെ നമുക്ക് വിളിക്കാൻ നേരിട്ട് പറ്റുന്നുണ്ട്, ആ sub 1 sub 2 സ്കോറിന് നേരിട്ട്. കാരണം നമ്മളത് അവിടെ 3ഉം പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ക്ലാസ്സാണോ അതിൻ്റെതായ ചൈൽഡ് ക്ലാസ് ഡിറൈവ് ചെയ്ത് വരുന്നത് അവിടെ നമുക്ക് ഒരു തവണയും കൂടി അതിനെ നേരിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. ഇനി പുട്ട് നമ്പർ, പുട്ട് മാർക്സ്, പുട്ട് സ്കോർ പറഞ്ഞിട്ടുണ്ട്. സി ഔട്ട് ടോട്ടൽ എന്താണെന്നുള്ളത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അത്. ദെൻ മെയിൻ ഫങ്ഷൻ. ഇപ്പോൾ മെയിൻ ഫങ്ഷനിൽ റിസൾട്ടാണ് നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ് അല്ലേ? ആ ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്ന് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ റിസൾട്ടിൽ നിന്ന് നമുക്ക് സ്റ്റുഡൻറ്റ് 1 എന്ന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ സ്റ്റുഡൻറ്റ് 1 വെച്ച് നമ്മൾ പല ക്ലാസ്സുകളിൽ യൂസ് ചെയ്തിരിക്കുന്ന മെമ്പർ ഫങ്ഷൻസിന് നമ്മൾ ആക്സസ് ചെയ്യുന്നു. ഗെറ്റ് നമ്പർ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിൻ്റെ ആയിരുന്നു. ഗെറ്റ് മാർക്ക് എന്ന് പറയുന്നത് ടെസ്റ്റിലെ ആയിരുന്നു. ഗെറ്റ് സ്കോർ എന്ന് പറയുന്നത് സ്പോർട്സിലെ മെമ്പർ. അപ്പോൾ ആ 3 ക്ലാസ്സുകളിലും എന്ത് വന്നിട്ടുണ്ട്? നമ്മൾ മെമ്പർ ഫങ്ഷനെ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു കാര്യം നോക്കണം. ഇവിടെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ക്ലാസ് ടെസ്റ്റ് എന്നും പറയുന്നത് എന്താണ്? ഒരു ഡിറൈവ്ഡ് ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്നും നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. അതായത് ടെസ്റ്റ് T1 നിന്നും ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. കാരണം നമുക്ക് ബേസ് ക്ലാസ്സിനകത്താണ് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേഷൻ നടക്കാതെ വരുന്നുള്ളൂ, ഡിറൈവ് ക്ലാസ്. അപ്പോൾ ക്ലാസ് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്. അപ്പോൾ നമുക്ക് ക്ലാസ് ടെസ്റ്റിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്റ്റ് നമുക്ക് ഡിറൈവ് ചെയ്ത്, അതായത് ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്കത് സ്റ്റുഡൻറ്റും ടെസ്റ്റ് എന്ന് പറയുന്നത് ഏത് തരം ഇൻഹെറിറ്റൻസാണ് വരുന്നത്? സിംഗിൾ ഇൻഹെറിറ്റൻസാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് T1 ഡോട്ട് ഗെറ്റ് നമ്പർ അങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ വേറെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഒന്നും കൂടി അതിനകത്ത് ക്ലിയർ ആക്കാം. അപ്പോൾ ഇതാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. റോൾ നമ്പർ = നമ്മൾ ആ കൊടുത്ത വാല്യൂ, ആ വോയിഡ് മെയിൻ കഴിഞ്ഞിട്ട് നമ്മൾ ഗെറ്റ് നമ്പറിൻ്റെ അവിടെ വാല്യൂ പറയുന്നുണ്ട്. അതായത് ഇവിടെ ഗെറ്റ് നമ്പർ 1 2 3 4 ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്താ? നമ്മൾ ആ മെമ്പർ ഫംഗ്ഷനകത്ത് എഴുതുമ്പോൾ നമ്മളിവിടെ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻറ്റ് എ എന്നുള്ളത് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കമ്പൈൽ ചെയ്ത് ഔട്ട്പുട്ട് കാണണമെങ്കിൽ ആ നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇവിടെയാണ്.
അപ്പോൾ 1 2 3 4 എന്ന് ഇവിടെ കൊടുത്തതുകൊണ്ടാണ് നമുക്ക് എന്ത് കണ്ടത്, ഇവിടെ നമുക്ക് റോൾ നമ്പർ = 1 2 3 4 എന്ന് കണ്ടത്. അതുപോലെ നമ്മൾ മാർക്കിനെയും 2 മാർക്കിന് നമ്മൾ വാല്യൂ കൊടുത്തിട്ടുണ്ട്, സ്പോർട്സിനും വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഈ ഉത്തരം ഇങ്ങനെ എഴുതി കാണിക്കുന്നത്. ദെൻ ടോട്ടൽ നമ്മുടെ അവിടെ മൂന്നും കൂടി അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് എന്ത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, 2 or more ഇൻഹെറിറ്റൻസ് കമ്പൈൻ ചെയ്തതാണ് എന്ത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. മോർ ദാൻ 1 ഫോം ഓഫ് എനി ഇൻഹെറിറ്റൻസ് ഈസ് കോൾഡ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. അതിൻ്റെ വേറൊരു പേരാണ് എന്ത്, മൾട്ടിപാത്ത് ഇൻഹെറിറ്റൻസ്. അപ്പം നമ്മൾ കാണിച്ചിരിക്കുന്ന ആ ഒരു ബ്ലോക്ക് ഡയഗ്രാമിനകത്ത് സിംഗിൾ ഇൻഹെറിറ്റൻസും അതുപോലെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടി ലെവലും യൂസ് ചെയ്യാം, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാലഗുരുസ്വാമി ബുക്കിനകത്ത് അതാണ് ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. പേജ് നമ്പർ 154 പഴയ ബാലഗുരുസ്വാമി ബുക്കിനകത്തുള്ള ഇതിനകത്ത് ഇതാ പറയുന്നത്. പുതിയ ഇതിനകത്ത് പേജ് നമ്പർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസിനകത്ത് കാണിച്ചിരിക്കുന്നത് മൾട്ടി ലെവലും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ഫോംസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കണം, അത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ആണോ, സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണോ, മൾട്ടിപ്പിൾ ആണോ, മൾട്ടി ലെവലാണോ എന്നുള്ളത് നമുക്ക് അത് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റണം. ഇത്രയാണ് എന്ത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ്. ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ക്ലാസ്, അതായത് ആ ക്ലാസ് ഒരു സിംഗിൾ പാരൻറ്റിൽ നിന്നായിരിക്കും എന്ത് വരുന്നത്, അതായത് നമുക്ക് ഒരു സിംഗിൾ പാരൻറ്റിൽ നിന്ന് ഒരുപാട് ക്ലാസ്സിനെ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാം. അതാണ് എന്ത് ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ്. അതിൻ്റെ മുന്നേ നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പഠിച്ചത് എങ്ങനെയായിരുന്നു, ഒന്നിൽ കൂടുതൽ ബേസ് ക്ലാസ്സിൽ നിന്നും ഒരു ഡിറൈവ്ഡ് ക്ലാസ്. ഇതിൻ്റെ തെറ്റിപ്പോവരുത്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ഇൻഹെറിറ്റൻസിൽ നിന്ന്, അതായത് ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരൊറ്റ ഡിറൈവ്ഡ് ക്ലാസ്. ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരു ബേസ് ക്ലാസ്സും ഒരുപാട് ഡിറൈവ്ഡ് ക്ലാസ്സും, ആ ബേസ് ക്ലാസ്സിൽ നിന്ന് തന്നെ ഒരുപാട് ഡിറൈവ്ഡ് ക്ലാസ്. അതാണ് എന്ത് ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഇവിടെ നോക്കാം. ഒരു പാരൻറ്റ് ക്ലാസ് നെയിം നമ്മളിവിടെ കൊടുക്കുന്നു, അതായത് ബേസ് ക്ലാസ്. ഈ കാണിക്കുന്നതാണ് ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. ആ ബേസ് ക്ലാസ്സിൽ നിന്നുകൊണ്ട് ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടായി. ആ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് അതിൻ്റെതായ പ്രോപ്പർട്ടീസും മെത്തേഡ്സും. അപ്പോൾ അതിൻ്റെ ബേസ് ക്ലാസ് നെയിം ഇവിടെ എഴുതിയിട്ടുണ്ട്. വിസിബിലിറ്റി മോഡ് എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം, പബ്ലിക്, പ്രൊട്ടക്റ്റഡ്, പ്രൈവറ്റ്. ഇനി ആ ബേസ് ക്ലാസ്സിൽ നിന്നുകൊണ്ട് തന്നെ വേറൊരു ഡിറൈവ്ഡ് ക്ലാസ്സും കൂടി ഉണ്ടായിട്ടുണ്ട്, ഡിറൈവ്ഡ് ക്ലാസ് 2. അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിറൈവ്ഡ് ക്ലാസ്സസ് ഉണ്ടാക്കാം. അതായത് സെയിം ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരുപാട് ഡിറൈവ്ഡ് ക്ലാസ്സസ് നമുക്ക് ഉണ്ടാക്കാം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് സൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ബേസ് ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് ഒരു മെമ്പർ ഫംഗ്ഷൻ ഡാറ്റ മെമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, L എന്ന് പറയുന്നത്. ദെൻ വാല്യൂ സെറ്റ് ചെയ്യാനുള്ള ഒരു മെമ്പർ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു പാരാമീറ്റർ പാസ് ചെയ്തിട്ടുണ്ട് X, അതായത് L = X. അതായത് നമ്മൾ ഏത് വാല്യൂ കൊടുക്കുന്നോ ആ വാല്യൂ ഇപ്പോൾ Lലോട്ട് സ്റ്റോർ, അത് ഒരു സൈഡ് എന്ന് കാണിക്കുന്നുള്ളൂ. അതായത് ഈ ഒരു പ്രോഗ്രാം കാണിക്കുന്ന പല ഷേപ്സാണ്. അപ്പോൾ പല ഷേപ്സിൻ്റെയും ഏരിയയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ സൈഡ് വേണമല്ലോ, സൈഡിൻ്റെ വാല്യൂ ഒരു ബേസ് ക്ലാസ് ആയിട്ട് കൊടുത്തിരിക്കാം. ഇനി അടുത്തത് നോക്കിക്കുക, സ്ക്വയർ എന്ന് പറയുന്നത് സൈഡിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ക്ലാസ്സാണ്. അതിനകത്തൊരു മെമ്പർ ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നു, SQ എന്ന് പറഞ്ഞൊരു മെമ്പർ ഫംഗ്ഷൻ. ആ മെമ്പർ ഫംഗ്ഷൻ എന്താ പറയുന്നത്, L × L, അതായത് അതിൻ്റെ ഏരിയയാണ് ഇവിടെ കാണാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നോക്കിയേ, ക്യൂബ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുക. അതും എവിടെ നിന്നാണ്, ബേസ് ക്ലാസ് സൈഡ് തന്നെയാണ്, ഒരു വ്യത്യാസവും. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത്, മെമ്പർ ഫംഗ്ഷൻ ക്യൂബാണ്, L × L. ഇവിടെ ക്യൂബിൻ്റെ ഏരിയ കാണുന്നു. അപ്പോൾ 2 ഡിറൈവ്ഡ് ക്ലാസ്സാണ് ഉണ്ടായത്, ഒന്ന് സ്ക്വയറും ഒന്ന് ക്യൂബും. അത് രണ്ടും എവിടെ നിന്നാണ് വന്നിരുന്നത്, ബേസ് ക്ലാസ് സൈഡ് തന്നെയാണ്, സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഒരു ബേസ് ക്ലാസ്സിൽ നിന്നും നമുക്ക് 2 ഡിറൈവ്ഡ് ക്ലാസ്സാണ് ഉണ്ടായിരിക്കുന്നത്, അത് സ്ക്വയറും ക്യൂബും. ഇനി മെയിൻ ക്ലാസ് നോക്കിക്കേ, മെയിൻ ക്ലാസ്സിനകത്ത് സ്ക്വയർ എസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്ലാസ്സാണ്.
അപ്പോൾ നമുക്കറിയാം ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്ന് മാത്രമേ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുള്ളൂ. ഞാൻ മുന്നേ അതാണ് പറഞ്ഞത്, ഡിറൈവ് ചെയ്ത ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും നമ്മൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിലാണല്ലോ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത്, അങ്ങനെയാണെങ്കിൽ ക്യൂബിൻ്റെ മാത്രമല്ലേ പറ്റത്തുള്ളൂ. ഇവിടെ ഉണ്ട് ക്യൂബ് സി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണത് പറയുന്നത്, എന്താ വെച്ചാൽ ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സ്ക്വയർ എന്ന് പറയുന്നതും ക്യൂബ് എന്ന് പറയുന്നതും ഡിറൈവ്ഡ് ക്ലാസ്സുകളാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സൈഡിന് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ബേസ് ക്ലാസ്സാണ്. അപ്പോൾ നമ്മളിത് എല്ലാത്തിലും നമ്മൾ ഒരൊറ്റ ഒബ്ജക്റ്റേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇത്രയും പ്രോഗ്രാമിനകത്ത്, അല്ലേ? ലാസ്റ്റ് ഡിറൈവ് ചെയ്ത് വരുന്ന ഏത് ക്ലാസ്സാണോ അതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തത്. പക്ഷേ ഈ പ്രോഗ്രാമിനകത്ത് അത് കാണിക്കുന്നുണ്ട്, എന്ത് ഡിറൈവ്ഡ് ക്ലാസ്സുകളാണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 ഡിറൈവ്ഡ് ഒബ്ജക്റ്റാണ് വരുന്നത്, ഒന്ന് സ്ക്വയറിൻ്റെയും ഒന്ന് ക്യൂബിൻ്റെയും. അപ്പോൾ സ്ക്വയറിൻ്റെ ഒബ്ജക്റ്റ് വെച്ച് സെറ്റ് വാല്യൂസ് 10 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കാണിക്കും? 10 × 10 സ്ക്വയറിൻ്റെ ഏരിയ കാണാം. അതുപോലെ ക്യൂബിൻ്റെ ആണെങ്കിൽ സി ഡോട്ട് സെറ്റ് വാല്യൂ 20 എന്ന് പറയുമ്പോൾ 20 × 20 × 20 എന്നുള്ളതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണിക്കും. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 100ഉം 8000. അപ്പോൾ ഇതാണ് എന്ത്? ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അത് കാണിക്കുന്നുണ്ട്, എന്ത്? ഡിറൈവ് ചെയ്ത ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഈ സെക്ഷനിൽ അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചത്? ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസും ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസും. അപ്പോൾ എന്താ പറയുക, രണ്ടും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം.